അധികം ആരും ട്രൈ ചെയ്യാത്ത പഴത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാട്ടാ. അത് വേറെ ഒന്നല്ല, നേന്ത്രപ്പഴ പ്രഥമനാണ്. അപ്പം അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് വേണം, പിന്നെ ശർക്കര, ഗ്രാമ്പു, ഏലക്ക, നാളികേരപ്പാല്, നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിനൊക്കെ വേണ്ടത് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് എടുത്ത് അതിൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ ആ നെയ്യിലേക്ക് നമ്മൾ നുറുക്കി വെച്ച പഴമില്ലേ, ആ പഴം പാനിലേക്ക് ഇടാം. പിന്നെ പഴം ഒന്ന് മൂത്ത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. പഴം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കേട്ടാ ഒരാൾ മണം കിട്ടിട്ട് അടുക്കളയ്ക്ക് വരണത്. പ്രഥമനായെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ വന്നതാട്ടാ. ഒന്ന് കേട്ടപ്പോഴേക്കും ആള് പോയിട്ടാ. അങ്ങനെ പഴം ഒന്ന് വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ശർക്കര ഇട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ഏലക്കായും ഗ്രാമ്പൊക്കെ ഒന്ന് ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച നാളികേരപ്പാലില്ലേ, അത് ഒഴിച്ചിട്ടൊന്ന് കുറുകി വരെ ഇളക്കി കൊടുക്കാട്ടാ. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ നേന്ത്രപ്പഴ പ്രഥമൻ റെഡി ആയിട്ടാ. ഇനി ഇതിൽ എനിക്ക് അവിലിട്ട് കഴിക്കാൻ ഇഷ്ടമായ കാരണം ഞാൻ അത് ഇടുന്നുണ്ട് കേട്ടാ. അവിൽ ചേർക്കാറൊന്നുമില്ല, ശരിക്കും എനിക്ക് ഇഷ്ടമായ കാരണം ചേർത്തു എന്നുള്ളൂ കേട്ടോ. ഞാൻ അടുത്ത പടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനാണ് കേട്ടാ. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഈ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാക്കിയാൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പ്രഥമൻ ഉണ്ടാക്കി കൊടുത്താൽ മതിട്ടാ. പിന്നെ ഈ ശർക്കര ചേർത്തിട്ടുള്ള കാരണം കുട്ടികൾക്ക് എന്നല്ല വലിയവർക്കും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. പൊന്നിനാണെങ്കിൽ പഴം കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കാരണമോട് നല്ലോണം അത് കഴിച്ചു കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.